അപ്പോൾ ഇവിടുന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹദീസ് ഇൻ ദി പോസ്റ്റ് കാനോനിക്കൽ പീരീഡ്, ട്രാൻസ്മിഷൻ, എവല്യൂഷൻ ആൻഡ് ജോണേഴ്സ്. അപ്പോൾ നേരത്തെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ ചെറുതായി സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ് കാനോനിക്കൽ പീരീഡ് നമ്മൾ കാനൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിഹാവ് സിത്ത, അല്ലെങ്കിൽ ബുഖാരി മുസ്ലിം ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും അവരുടെ സ്വഹീഹൈൻ എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ്, അല്ലെങ്കിൽ സിഹാവ് സിത്തൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു പീരീഡ്. ആ ഒരു പീരീഡ് അതൊരു നമുക്ക് പോസ്റ്റ് കാനോനിക്കൽ പീരീഡ് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രസന്റേഷനിൽ പറയാം. അപ്പോൾ ഈ ഒരു പീരീഡിൽ എന്താണ് അതിനു മുമ്പും അതിന് മുമ്പത്തെ കാലത്തും അതിന് ശേഷമുള്ള കാലത്തും ഹദീസിന്റെ ഫംഗ്ഷനിൽ വ്യത്യാസമുണ്ട്. ഈ ഫംഗ്ഷനിൽ ഉള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഹദീസിന്റെ മൊത്തം കൺസെപ്റ്റ് തന്നെ മാറുന്നുണ്ട്. ഹദീസ് എന്താണ്, ഹദീസിന്റെ ഉപയോഗം. സ്വാഭാവികമായിട്ടും അതുവരെ മുമ്പുള്ള കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഹദീസ് ക്രിറ്റിസിസം അല്ലെങ്കിൽ നഖ്ദുൽ ഹദീസ്, അതിന്റെ ഉസൂല് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതും സ്വാഭാവികമായിട്ടും ഈ മാറിയ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് പുതിയ ജോണറുകൾ, പുതിയ രീതിയിലുള്ള കിതാബുകളും പുതിയ ഫന്നുകളും ഹദീസിൽ രൂപപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് മൊത്തത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ആമുഖം എന്നുള്ള രീതിയിൽ വെസ്റ്റേൺ അക്കാദമിയിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇതിനു മുമ്പ് 2-3 റഫീഖ് അൽ ഉസ്താദിന്റെയും റഷീദ് ഉസ്താദിന്റെ ഒക്കെ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊരു സെഷനിൽ ഞാൻ കണ്ടു ഓറിയന്റലിസ്റ്റ് നെഗറ്റീവ്സ് ഈ ഒരു സാധനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1920 മുതൽ അല്ലെങ്കിൽ ഗോൾഡ്സിയർ ഒക്കെ വന്നതിന് ശേഷം പിന്നെ ജോസഫ് ഷാഹ്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ മറ്റേ ഒന്നും കൂടി നമ്മളുടെ ട്രഡീഷനോട് അല്ലെങ്കിൽ ട്രഡീഷന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നതാണ് മോറിസ്കിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഹെറാൾഡ് മോറിസ്കിന്റെ വർക്കുകളും. അപ്പോൾ ഷാഹ്ത്തിന്റെ കോമൺ ലിംഗ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ അക്കാദമിയിൽ ഉണ്ടായിരുന്ന ഒരു ഹദീസിനെ കുറിച്ചുള്ള സ്കോളർഷിപ്പ് എന്നുള്ളത് അധികവും ഉണ്ടായിരുന്ന അതിന്റെ ഒരു ഒറിജിൻ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യ 3 നൂറ്റാണ്ടിലെ ഹദീസുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം 3 നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഹദീസ് വർക്ക് ചെയ്ത്, അതിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സ്റ്റിൽ അവർ ഡീല് ചെയ്തിരുന്നത് ആദ്യ 3 നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ഹദീസ് ഫംഗ്ഷൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഹദീസിന് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഹദീസിനായിട്ട് ഡീല് ചെയ്തത്, മുസ്ലിങ്ങൾ എത്രമാത്രം വില കൽപ്പിച്ചിരുന്നു, മുസ്ലിങ്ങൾ എവരിഡേ ലൈഫിൽ ഹദീസിന് എത്രമാത്രം റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് റീസെന്റ് അക്കാദമിയിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ അക്കാദമിയിൽ നിലവിൽ ഇപ്പൊ എമർജിംഗ് എന്ന് പറയാൻ പറ്റൂല, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കൂടുതൽ പഠനം നടക്കുന്ന ഈ വിഷയത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹദീസ് കമന്ററീസ്. ഇപ്പൊ നിങ്ങൾ ജോയിൽ ബ്ലക്കറെ സെഡ് ദി പ്രൊഫറ്റ് ഓഫ് ഗോഡ് എന്നുള്ള വർക്ക് കേട്ടിട്ടുണ്ടാവും, അങ്ങനൊരു വർക്ക് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഹദീസ് കമന്ററീസ് എന്ന് പറഞ്ഞാൽ. പിൽക്കാല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ ഒറിജിൻ എന്നുള്ള വിഷയത്തിൽ വെസ്റ്റേൺ അക്കാദമിയിൽ ഉള്ള അത്ര തന്നെ കൺസേൺ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോന്നോ തീർപ്പ് കൽപ്പിച്ചു പോയ വിഷയങ്ങളാണ്. ആദ്യകാല നൂറ്റാണ്ടുകളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നഖ്ദുൽ ഹദീസ് എത്രമാത്രം റിഗ്രസ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കിതാബിൽ നിന്ന് പഠിക്കുന്നുണ്ടോ. അപ്പോ എങ്ങനെയാണ് മുസ്ലിംസ് ഈ ഹദീസുമായി ഡീല് ചെയ്തത്, സനദുമായി ഡീല് ചെയ്തത്, അല്ലെങ്കിൽ ഷറഹുൽ ഹദീസ്, ഇങ്ങനത്തെ ഓരോ ഇതാണ് ഇപ്പൊ റിസന്റ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സ്വഹീൽ ബുഖാരി മുസ്ലിം, അല്ലെങ്കിൽ ഈ പോസ്റ്റ് കാനോനിക്കൽ പീരീഡ്, അതാണല്ലോ പോസ്റ്റ് കാനോനിക്കൽ പീരീഡിലുള്ള ഹദീസിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് പോസ്റ്റ് കാനോനിക്കൽ പീരീഡ് എന്നുള്ളത് എന്താണ്, ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയൂല, ഇന്ന വർഷം മുതൽ ഇന്ന വർഷം എന്ന് പറയാൻ കഴിയൂല. കാരണം ബുഖാരി ഇമാമും മുസ്ലിം നിങ്ങൾ ബാക്കി കൂട്ടി സിത്തയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ക്യാൻസൊക്കെ ഇതിന്റെ കൂട്ടത്തിലേക്ക് മനസ്സിലാക്കുക. പറയാനുള്ള എളുപ്പത്തിൽ അങ്ങനെ പറയണം. അപ്പോ ഈ 2 ഗ്രന്ഥങ്ങൾ ഇപ്പോ ജുനാദ് നേസി ബ്രൗണിന്റെ കാനനൈസേഷൻ ഓഫ് ബുഖാരി ആൻഡ് മുസ്ലിം അവർക്ക് വായിച്ചാൽ മതി. അപ്പോ അതില് പറയുന്നത് എന്താ വെച്ചാല്, ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും അവരുടെ സ്വഹീഹൈനി എഴുതി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അതിന് ഒരു അത്ര സ്വീകാര്യത വരുന്നില്ല, അത് ഓവർ ടൈം വരുന്നതാണ്. പിന്നെയാണ് സ്കോളേഴ്സ് ഇതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാല് 3-ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് എന്താവുന്നത്, ഇതിന് പിന്നീട് ആ ഒതന്റിക് കാനൻസ് എന്നുള്ള രീതിയിൽ ഇതിന് സ്വീകാര്യത വരുന്നത് ബുഖാരിക്കും മുസ്ലിമിനും. മാത്രല്ല ആദ്യകാലത്ത് ബ്രൗണൊക്കെ പറയുന്ന ഒരു ഒബ്സർവേഷൻ എന്താ പറഞ്ഞാല്, ഇത് ഷാഫി മദ്ഹബുകാരായിരുന്നു സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും കാര്യമായിട്ട് കാനായിട്ട് അംഗീകരിച്ചതും അതിന്റെ ഒതന്റിസിറ്റി ആദ്യമായിട്ട് ഇതാക്കിയതും ഷാഫി മദ്ഹബ്. മൂപ്പര് പറഞ്ഞ ഷാഫി എന്റർപ്രൈസ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നീടാണ് ബാക്കിയുള്ള മദ്ഹബരും ഇതിന്റെ ഒതന്റിസിറ്റി അംഗീകരിക്കുന്നതും. പിന്നെ ഹംബലികൾ പിന്നെയാണ് ഈ വിഷയത്തിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഹനഫികൾ ഇത് വരുന്നത്. എന്ന് പറയുന്നത് ഓവർ ടൈമാണ്.
ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കാനിക്കൽ എന്നുള്ളത് നമുക്ക് എന്താവാൻ കിട്ടൂല, ഇന്ന ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് പറയാൻ കഴിയൂല. എന്നാൽ നമുക്ക് ഒരു 4th സെഞ്ചുറി അല്ലെങ്കിൽ 5th സെഞ്ചുറി അവിടെ പിന്നെ മുസ്തദ്രക്കുകളും മുസ്തദ്രക്ക് അൽ സ്വഹീഹൈനി മുസ്തഖ്റജുകൾ ഇങ്ങനെ ഒരുപാട് ജോണേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ടൈം അപ്പൊ ഇവിടെ സംഭവം നടക്കുന്ന വെച്ചാല് ഇതുവരെയുള്ള ഹദീസിന്റെ ഒരു ഫംഗ്ഷൻ എന്നൊരു എപ്പിസ്റ്റമോളജിക്കൽ ഫംഗ്ഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാല് ഫുഖഹാക്കളുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള നഹ്നു സുയാദിലത്തു അൻതുമുൽ അതിബ്ബ എന്നുള്ള കോട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഈ ഫുഖഹാക്കൾക്ക് വേണ്ട മെറ്റീരിയൽ സപ്ലിമെന്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു മുഹദ്ദിസീങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹദീസിന്റെ സനദും അതിന്റെ സിഹത്തും, കാരണം ഇത് ലീഗൽ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഫിഖ്ഹിൽ അതിന്റെ ഇത് വരും, ഹുക്കുമുകൾ വരും, സ്വാഭാവികമായിട്ടും ഇതിന്റെ സിഹത്തും ഇതും തീരുമാനിക്കണം. പക്ഷെ വൺസ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഹദീസുകളൊക്കെ ഇങ്ങനത്തെ സിഹാബുകളിലും പിന്നെ സുനനുകളിലും ഇങ്ങനത്തെ കിതാബുകളിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ ഹദീസുകളൊക്കെ ഇവിടെ ആദ്യം അവൈലബിൾ അല്ലേ. അപ്പോൾ പിന്നീട് ഹദീസ് ട്രാൻസ്മിഷന്റെ അതിന്റെ എന്തായിരുന്നു ഇതിന്റെ ലോജിക്ക്, പിന്നെ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും മുഹദ്ദിസീങ്ങൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും. കാരണം ഇപ്പൊ ജുവൈനി ഇമാം ഉദാഹരണത്തിന് പറയുന്നുണ്ട്, ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷാഫി മദബേരാണ് ആദ്യമായിട്ട് ഈ ഒരു ബുഖാരിന്റെ മുസ്ലിമിന്റെ ഒക്കെ ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ ആസ് എ കാനൈസേഷൻ അംഗീകരിക്കുന്നത്. അപ്പോ ഒരാൾക്ക് ഒരു ഹദീസ് കിട്ടിയ ഹദീസ് റിലയബിൾ ആയിട്ടുള്ള ഒരു കോപ്പി എന്നാണ്, ബുഖാരിയുടെ മുസ്ലിം ബുഖാരി എന്നാണ് ജുവൈനി ഇമാം പറയുന്നത്, സ്വഹീഹ് ബുഖാരിയുടെ ഒരു റിലയബിൾ ആയ കോപ്പിയിൽ നിന്ന് കിട്ടി എന്ന് ഉറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണെന്നില്ല, അതിന്റെ സനത് തേടിയിട്ട് വേറെ നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവൈലബിൾ ഈ കാനിൽ ആദ്യ ഹദീസുകൾ അവൈലബിൾ ആയി. ഇങ്ങനെയുള്ള ഒരു ടൈമിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സനത്, ആ കിതാബ് അവിടെ ഉണ്ടല്ലോ, ആ കിതാബ് ഒതന്റിക് ആണല്ലോ, അതൊരു കാനായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞത് ഈ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഫംഗ്ഷൻ എന്നുള്ളതിൽ നിന്ന് വേറെ കുറെ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഫുഖഹാക്കൾക്ക് മെറ്റീരിയൽ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കുറെ അർത്ഥത്തിലേക്ക് ഹദീസ് മാറുന്നുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ആദ്യകാലത്ത് ഉണ്ടായിരുന്ന നഖ്ദുൽ ഹദീസിൽ ഉണ്ടായിട്ടുള്ള ഹദീസ് ക്രിറ്റിസിസത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ ഈ ഒരു കൺസെപ്റ്റിനനുസരിച്ച് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ച് ഒരുപാട് ഫന്നുകളും ഒരുപാട് സബ് ഡിസിപ്ലിൻസും വരുന്നുണ്ട്.